പണ്ടൊക്കെ കൊള്ളി പറിക്കുന്ന ദിവസങ്ങളിൽ അമ്മ ഒരു ഇടിമുളക് ചമ്മന്തി ഉണ്ടാക്കും. എൻ്റെ പൊന്നി, അതിൻ്റെയൊക്കെ ഒരു സ്വാദുണ്ടല്ലോ. അപ്പോഴേ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇത് കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. ഇനിയിപ്പോൾ റെസിപ്പി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടു നോക്കിക്കോ. കുറച്ചധികം ചുവന്നുള്ളെടുത്താൽ ഈ സവാള ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് സവാളയും പിന്നെ നമ്മുടെ വാളംപുളി, പഴംപുളി എന്നൊക്കെ പറയില്ല, അതും വറ്റൽ മുളകും മുഴുവൻ മുളകാണ്. സാധാരണ എൻ്റെ അമ്മ ചതച്ച മുളക് അങ്ങനെ ചേർക്കുക ചെയ്യുക. കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ചതച്ച് കൊണ്ടുവരാം. ഒരു തരി പോലും വെള്ളം ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ സെറ്റായിട്ടിരിക്കുന്ന ചമ്മന്തിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ കണ്ട് ചൂടാക്കിയിട്ട് ഒഴിച്ച് എല്ലാം കൂടിയിട്ടുണ്ട് മിക്സ് ചെയ്തോ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. പക്ഷേ ഈ വെളിച്ചെണ്ണ ചൂടാക്കി ഒഴിക്കുമ്പോഴേ ആ ചുവന്നുള്ളിയുടെയും മുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം ചെറുതായിട്ടൊന്ന് മാറി കിട്ടും. പഴമയുടെ രുചി തേടി പോവാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മധുരക്കിഴങ്ങും ചമ്മന്തി ഒന്നല്ല കേട്ടോ. നേരം വൈകിട്ടുള്ള ഒരു ദിവസത്തിൽ രാവിലെ മോൻ്റെ മധുരക്കിഴങ്ങ് അവിടെ ഇരുന്നു, അതെടുത്ത് പുഴുങ്ങി. അപ്പോഴാണ് ഈ ചമ്മന്തിയുടെ ഓർമ്മ വന്നത്. കൊള്ളിക്കിഴങ്ങും ഈ ചമ്മന്തിയും, അതല്ലെങ്കിൽ കഞ്ഞിയും ഈ ചമ്മന്തിയും, നല്ല ചൂട് ചോറും ഈ ചമ്മന്തിയും പപ്പടം. എൻ്റെ പൊന്നി, അതൊക്കെ ആലോചിക്കുമ്പോണ്ടല്ലോ ഈ പറയുന്ന സമയത്താൽ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോഴേ വേറെ ഒന്നും ആലോചിക്കണ്ട, വേഗം പോട്ടി ചമ്മന്തിൻ്റെ പെട്ടച്ചോ.